കേരള സർക്കാർ ചരിത്രത്തിലാദ്യമായി ജീവനക്കാർക്ക് ലഭിക്കേണ്ട പ്രതിമാസ ശമ്പളം തടഞ്ഞുവച്ചിരിക്കുന്നത് ഒട്ടും ന്യായീകരിക്കാൻ കഴിയാത്തതാണെന്ന് കേരള NGO സംഘ് സംസ്ഥാന സെക്രട്ടറി ജെ മഹാദേവൻ. ആലപ്പുഴ ജില്ലാ ട്രഷറിക്ക് മുന്നിൽ നടന്ന ജീവനക്കാരുടെ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് കൃത്രിമമായി സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് വരുത്തി തീർത്ത് ഫെബ്രുവരി മാസത്തെ ശമ്പളവും പെൻഷനും സർക്കാർ നിഷേധിക്കുകയാണ്. ഇത് 21% ക്ഷാമബത്ത കുടിശ്ശിക നൽകാതിരിക്കാനുള്ള അടവ് നയം മാത്രമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 21% DA ആണ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് കുടിശ്ശികയായിട്ടുള്ളത്. ഈ 21% DAയിൽ 2% കുടിശ്ശിക തീർത്ത് നൽകാം എന്നാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത്. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കേസിൻ്റെ മുൻപിൽ സംസ്ഥാനത്തൊരു സാമ്പത്തിക അടിയന്തരാവസ്ഥയുണ്ട്, സാമ്പത്തിക അപര്യാപ്തതയുണ്ട് എന്ന നിലയ്ക്ക് ബോധിപ്പിക്കുവാനായിട്ട് കൃത്രിമമായിട്ട് സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന ഒരു സൃഷ്ടിയാണ് സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാതിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ സംസ്ഥാനത്തെ ട്രഷറി അടച്ചുപൂട്ടുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ട്രഷറി പ്രതീകാത്മകമായി അടച്ചുപൂട്ടാനായി ജില്ലാ ട്രഷറി ഓഫീസർക്ക് NGO സംഘ് ജില്ലാ സെക്രട്ടറി ശ്രീജിത്ത് കരിമാടി താഴും താക്കോലും കൈമാറി. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ മരപ്പട്ടി ശല്യം ഒഴിവാക്കാൻ മോടി പിടിപ്പിക്കുന്നതിനുമായി പിച്ചച്ചട്ടിയിലൂടെ തെണ്ടിയെടുത്ത 52 രൂപ മണി ഓർഡറായി മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്തു. സമിതി അംഗം S. സോളിമോൻ, ജില്ലാ ഭാരവാഹികളായ അജിത് കുമാർ, N. ദിലീപ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. അമൃത ന്യൂസ്, ആലപ്പുഴ.